നമ്മുടെ രാജ്യത്തിന്റെ തദ്ദേശീയ ചെറു ആയുധ ശേഷിയിൽ ഗണ്യമായ ഒരു പുരോഗതി കൈവരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ DRDO. ഇന്ത്യൻ സൈന്യത്തിന്റെ തോക്ക് ശേഖരത്തിൽ ഒരു പ്രധാന വഴിത്തിരിവ്. നിലവിൽ ഇറക്കുമതി ചെയ്യുന്ന SIG 716 റൈഫിളുകൾക്കും സ്തംഭിച്ചിരിക്കുന്ന AK-203 ഉൽപാദന പദ്ധതിക്കും ഇടയിൽ ഇപ്പോൾ ഒരു തന്ത്രപരമായ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് DRDO. അതായത് 2025 തുടക്കത്തിൽ ഇന്ത്യയുടെ DRDO ഇപ്പോൾ 6.8x43 mm അസോൾട്ട് റൈഫിൾ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. പൂനെയിലെ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്ത ഈ പ്രോട്ടോടൈപ്പിൽ ലോഹ ബലപ്പെടുത്തലുകളുള്ള പോളിമർ മാഗസിൻ, ടെലിസ്കോപ്പിക് സ്റ്റോക്ക് എന്നിവയുൾപ്പെടെയുള്ള ആധുനിക ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. വലിയ കാലിബറുകളുടെ നിർത്തൽ ശക്തിയും മെച്ചപ്പെട്ട പോർട്ടബിലിറ്റിയും വൈവിധ്യമാർന്ന പോരാട്ട സാഹചര്യങ്ങൾക്കായി കൈകാര്യം ചെയ്യുന്നതിനുള്ള സവിശേഷതകളും സംയോജിപ്പിക്കുന്ന ഒരു സമതുലിത പരിഹാരം എന്ന് വേണം ഇതിനെ പറയാൻ. DRDOയുടെ ഈ 6.8 mm അസോൾട്ട് റൈഫിളിന്റെ വികസനത്തിന് നിരവധി വർഷത്തെ പഴക്കമുണ്ട്. 2019 ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിഫൻസ് ടെക്നോളജി ആൻഡ് ഗ്രേഡ് ഇനീഷ്യേറ്റീവ് പ്രകാരം ഈ 6.8 mm വികസനത്തിന് സാധ്യമായ സഹകരണം സംബന്ധിച്ച് ടെക്സസ് ആസ്ഥാനമായുള്ള വെടിമരുന്ന് കമ്പനിയായ ടെക്സ്ട്രോട്ടോണുമായി DRDO ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തിയിരുന്നു. അമേരിക്ക അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ സ്ക്വാഡ് വെപ്പൺ പ്രോഗ്രാമിനായി 5.56 mm റൗണ്ടുകളിൽ നിന്ന് 6.8 mm റൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് DRDO അമേരിക്കയുമായി ചർച്ചകൾ നടത്താൻ താല്പര്യപ്പെട്ടത്. DRDO മുമ്പും ഈ മൾട്ടി കാലിബർ ആയുധ സംവിധാനങ്ങൾക്ക് വേണ്ടി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ബാരലും മാഗസിനും മാറ്റി 5.56 mm, 7.62 mm, 6.8 x 43 mm സ്പെഷ്യൽ പർപ്പസ് കാർട്രിഡ്ജുകൾ വെടിവെക്കാൻ രൂപകൽപ്പന ചെയ്ത മൾട്ടി കാലിബർ ഇൻഡിവിജ്വൽ വെപ്പൺ സിസ്റ്റം ഇതിനു വേണ്ടി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ 2013-2014 സൈന്യം ഇത് നിരസിക്കുകയായിരുന്നു. എങ്കിലും 6.8x43 mm റൗണ്ടിനുള്ള വികസന ശേഷി DRDO നിലനിർത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ പ്രോട്ടോടൈപ്പ് ഇവരുടെ മുൻകാല ശ്രമങ്ങളുടെ പുനരുജ്ജീവനത്തെയും പരിണാമത്തെയുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു മൾട്ടി കാലിബർ സിസ്റ്റത്തിന് പകരം ഒരു സമർപ്പിത 6.8x46 mm പ്ലാറ്റ്ഫോം ആയിട്ട് ഇവർ ഇതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. 2024 DRDO 7.62x51 mm ഉഗ്രാം എന്ന റൈഫിൾ പുറത്തിറക്കിയത്. ഇപ്പോൾ ഈ പുതുതായി പുറത്തിറക്കിയ ഈ റൈഫിളിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് 6.8x43 mm അസോൾട്ട് റൈഫിൾ. പ്രോട്ടോടൈപ്പ്, ഫയർ പവർ, ഭാരം, പ്രവർത്തന വൈദഗ്ധ്യം എന്നിവ തമ്മിലുള്ള ഒരു ഒപ്റ്റിമൽ സന്തുലിതാവസ്ഥ തേടുന്ന ശ്രദ്ധാപൂർവം പരിഗണിക്കപ്പെട്ട ഒരു ഡിസൈനാണ് ഇതിന്റെ രൂപകൽപ്പനയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോഹ ഇൻസേർട്ടുകൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയ ഒരു പോളിമർ 30 റൗണ്ട് മാഗസിനാണ്. കൂടാതെ നഗരയുദ്ധത്തിൽ നിന്ന് പർവ്വത പ്രദേശങ്ങളിലോ കാടുകളിലോ ഉള്ള പ്രവർത്തനങ്ങൾ വരെയുള്ള വ്യത്യസ്ത പോരാട്ട പരിതസ്ഥിതികളിൽ പൊരുത്തപ്പെടൽ വർദ്ധിപ്പിക്കുന്ന ഒരു ടെലിസ്കോപ്പിക് സ്റ്റോക്കും ഇതിനുണ്ട്. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ വൈവിധ്യമാർന്ന പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുന്ന ഒരു ആയുധം. ഇതിന് മറ്റ് സാങ്കേതിക സവിശേഷതകൾ ഇപ്പോൾ രഹസ്യമായി വെച്ചിരിക്കുകയാണ്. എങ്കിലും ഈ റൈഫിളിൽ ഗ്യാസ് ഓപ്പറേറ്റഡ് മെക്കാനിസം ഉണ്ട് എന്നും പറയുന്നു. ഒരുപക്ഷെ INSAS-ലും അടുത്തിടെയുള്ള ഉഗ്രാം പ്ലാറ്റ്ഫോമുകളിലുമുള്ള ARDയുടെ വിപുലമായ അനുഭവത്തിൽ നിന്നായിരിക്കണം ഇതുണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന അതിർത്തികളിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇതൊരു നിർണായക ഘടകമായ പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസ്യതയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഇതിന്റെ ഡിസൈൻ. 5.56 mm നാറ്റോ സ്റ്റാൻഡേർഡിനും ഹെവിയർ 7.62 mm റൗണ്ടുകൾക്കുമിടയിൽ തന്ത്രപരമായ ഒരു മധ്യനിരയാണ് 6.8x43 mm കാർട്രിഡ്ജ്. വലിയ കാലിബറുകളുമായി ബന്ധപ്പെട്ട ഗണ്യമായ റീകോയിലും ഭാര പെനാൽറ്റികളും ഇല്ലാതെ മെച്ചപ്പെട്ട ബാലിസ്റ്റിക് പ്രകടനം നൽകാൻ ഇതിന് സാധിക്കും. 2019 അമേരിക്ക ആസ്ഥാനമായുള്ള സിഗ്സോറിയിൽ നിന്ന് ഇന്ത്യ 72,400 SIG 716 അസോൾട്ട് റൈഫിളുകൾ ഒരു ഫാസ്റ്റ് ട്രാക്ക് സമ്പന്ന റൂട്ടിലൂടെ വാങ്ങിയിരുന്നു. ഇതിൽ 66,400 എണ്ണം സൈന്യത്തിന് ലഭിക്കുകയും ചെയ്തു. ഈ റൈഫിളുകളിൽ ഒരു ഷോർട്ട് സ്ട്രോക്ക് പുഷ് റോഡ് ഗ്യാസ് സിസ്റ്റം ഉണ്ട്. കൂടാതെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം ഏറ്റെടുത്തവയുമാണിത്. ഇതിന്റെ ആദ്യ ബാച്ച് 10,000 എണ്ണം നോർത്തേൺ കമാൻഡിലേക്ക് അയച്ചിട്ടുമുണ്ട്. അതേസമയം 7.62x39 mm വലുപ്പമുള്ള AK-203 അസോൾട്ട് റൈഫിളുകൾക്കായി ഇന്ത്യ റഷ്യയുമായി ഒരു കരാർ പിന്തുടരുന്നുമുണ്ട്. എങ്കിലും ഈ ക്രമീകരണത്തിന് കാര്യമായ കാലതാമസം നേരിടുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ മെയ് മാസത്തെ മോസ്കോ സന്ദർശനത്തിന് മുമ്പേ AK-203 കരാർ അന്തിമമാക്കില്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇപ്പോൾ ഈ നിലവിലുള്ള ഓപ്ഷനുകൾക്കിടയിൽ ഒരു അനുയോജ്യ ഒത്തുതീർപ്പായിട്ടാണ് 6.8x43 mm പ്രോട്ടോടൈപ്പ് ഇപ്പോൾ സ്വയം നിലകൊള്ളുന്നത്. പാരമ്പര്യ 5.56 mm INSAS റൈഫിളുകളേക്കാൾ മികച്ച സ്റ്റോപ്പിംഗ് പവർ ആണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം 7.62x51 mm SIG 716 ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ ഇത് എളുപ്പവുമാണ്.
ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പ്രവർത്തന പരിതസ്ഥിതികളിൽ ഈ മധ്യനിര സമീപനത്തിന് തന്ത്രപരമായ നേട്ടങ്ങൾ നൽകാൻ കഴിയും. ഇപ്പോൾ ഈ വികസിപ്പിച്ചെടുത്ത 6.8x43mm അസോൾട്ട് റൈഫിൾ ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ ആയുധമായി സ്വീകരിക്കുന്നതിന് മുമ്പേ ഇതിന് ധാരാളം കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതായത് ലഡാക്കിലെ 0 താഴെയുള്ള താപനില മുതൽ രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന ചൂട് വരെയുള്ള അങ്ങേയറ്റത്തെ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ സമഗ്രമായ ആർമി പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ പ്രോട്ടോടൈപ്പ് ഒന്നിലധികം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ വിജയകരമായി കടന്നു പോകണം. ഇത് ഈ റൈഫിളിന്റെ കൃത്യത, വിശ്വാസ്യത, ഈട്, സമ്മർദ്ദത്തിന് കീഴിലുള്ള പ്രകടനം എന്നിവ പരിശോധിക്കും. ഇതുകൂടാതെ എഞ്ചിനീയർ പരിഹാരങ്ങൾ ആവശ്യമുള്ള ഏതെങ്കിലും പോരായ്മകളും പരിശോധിക്കും. DRDOയുടെ ഈ 6.8x43mm അസോൾട്ട് റൈഫിൾ പ്രോട്ടോടൈപ്പ് വിജയകരമായി വികസിപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ഈ റൈഫിളിന് ഇന്ത്യൻ സൈന്യത്തിന്റെ കാലാൾപ്പടയുടെ കഴിവുകളെ അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കാൻ കഴിയും. ഇത് ഫയർ പവർ, പോർട്ടബിലിറ്റി, വൈവിധ്യമാർന്ന പ്രവർത്തന ആവശ്യങ്ങളായി പൊരുത്തപ്പെടൽ എന്നിവ സന്തുലിതമാക്കുന്ന ഒരു ആഭ്യന്തര നിയന്ത്രിത പരിഹാരം ഇന്ത്യക്ക് നൽകുന്നു. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതോ അതിലധികമോ ആയ നൂതന ചെറു ആയുധങ്ങൾ എത്തിക്കാനുള്ള DRDOയുടെ കഴിവിൽ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തെയാണ് ഈ പ്രോട്ടോടൈപ്പിന്റെ അനാച്ഛാദനം സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.